ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൽം നീ അറിയണം. അന്നൽ മജാസ മത്തിന് മാത്രം വായിച്ചു കേട്ടോ. മജാസ് ഇമ്മായക്കൂന ഫിൽ ഇസ്നാദി, ഒന്നുകിൽ ഇസ്നാദിലായിരിക്കും. വ ഇമ്മായക്കൂന ഫിൽ കെലിമത്തി, ഒന്ന് കെലിമത്തിലായിരിക്കും. വ ഇമ്മാ ഫിൽ മുറക്കബി, എന്നിൽ മുറക്കബിലായിരിക്കും. ഇങ്ങനെ പറയണത് മൂന്ന് സൈസ് എന്ത് വരും, മജാസ് വരുമെന്ന്. ഇനി ഷറം കൂട്ടിയത് വെക്കുക. അമറ മുസന്നിഫ് കൽപ്പിച്ചു, ബിൽ ഇൽമി ഇൽമോട് കൽപ്പിച്ചു. ഈ ഇലം എന്ന് പറഞ്ഞ് ആദ്യം എന്നെ അറിയാനല്ലേ കിതാബ് പോയിട്ട് ഒന്ന് തീർക്കണേ. പിന്നെ പോനോട് പിന്നെ അറിഞ്ഞോ എന്ന് കൽപ്പിക്കണം. എന്തിനാണ്? അതിലെന്തിനാ അറിയോ? ലിൽ ഹസി, തെറ്റിൻ്റെ തിരുത്തി കളി, പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. അലാ മാരിഫത്തിമായെത്തി, വരാൻ പോകുന്ന വിഷയത്തെ നല്ല മനസ്സിലാക്കലിന് മേൽ പ്രേരിപ്പിക്കാൻ വേണ്ടിങ്ങാണ്ട് കൽപ്പിച്ചാണ്. ഇപ്പോൾ ഓടിനോട് അപ്പ് 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 എന്നറിയില്ലേ? എന്തിനാണ്? നല്ല ഓടിക്കോ നല്ല ഓടിക്കോ എന്ന് അതിരി പഠിക്കാൻ വന്നവനോട് ഇജ് അറിഞ്ഞോ പറഞ്ഞാൽ എന്തിനാണ്? ആ അറിയണമെന്ന് അല്ല സാർ, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ അന്നൽ മജാസ, നിശ്ചയം മജാസാവുന്നത് ഹുവ. ഞാൻ അടി ചർച്ച എടുക്കാം. ഈ മജാസ് എന്നത് ലഫ്ലുൻ മുസ്തറഖുൻ, മുസ്തറക്കായ ലഫ്ലാണ് ഇവിടെ. ബൈനൽ മജാദിൽ അഖ്ലി വ ലോവി ആണോ? അഖ്ലിയായ മജാസും ലോവിയ മജാസും, ഈ രണ്ട് മജാസിൻ്റെ ഇടയിൽ മുസ്തറക്കായ ലഫ്ല മുസ്ലിം മത്തിൽ അന്നൽ മജാസ നിബാറത്തിൽ ഈ മജാസിൽ എല്ലാ മജാസും പെടും. അഖ്ലിയും ലോവിയും പെടും. ആ ലോവിയന് മുഫ്രദെങ്ങാനോ മുറക്കബൻ, മുഫ്രദാവട്ടെ മുറക്കബാവട്ടെ, രണ്ടും പെടും. അപ്പോൾ മജാസ് ലോവി പറഞ്ഞാൽ മജാദുൽ വിസിനാദ്, അല്ല മജാസ് അഖ്ലി പറഞ്ഞാൽ മജാദുൽ വിസിനാദ്. മജാസ് ലോവിൻ്റെ കൂടുതൽ മുഫ്രദ് പറഞ്ഞാൽ ഫിൽ കലിമത്തി പറഞ്ഞത്. പിന്നെ വൈമാ ഫിൽ മുറക്കബി അറിയില്ലേ, അത് മുറക്കം. മൂന്നും അതിലപ്പോൾ ആ വഹുവ. ഈ മജാസ് എന്ന വാക്ക് ഫിൽ അസ്ലി, അസ്ല് നോക്കുമ്പോൾ, ലോകത്തിൽ നോക്കുമ്പോൾ മഫ് അലുൻ, മഫ് അലുൻ വസുനാണ്. മജു വസുൻ, ഫാസ്ലുഹു മജു വസുൻ. അങ്ങനെ ആകുമ്പോൾ മജാസിൻ്റെ അസ്ല് മജു വസുൻ എന്നാണ്. മഖുവലുൻ എന്നാണ്. കാല യഖൂലുവിൻ്റെ ദർഫ് എങ്ങനെയാണ്? മഖുവലുൻ അല്ലേ, കാല യഖൂലു. അദർഫിന് മൻസറു എന്ന് പറയുമ്പോൾ അല്ലാഹു മഖുവലു എന്നല്ലേ കാരം, അങ്ങനെ വരിക. പിന്നെ മജുവസുൻ. നുക്കിലത്ത് ഹർക്കത്തുൽ ഐനി ഇനൽ ഫായി, ഐൻ കലിമത്തിൻ്റെ ഹർക്കത്തിലെ ഫാ കലിമത്തിലേക്ക് നീക്കപ്പെട്ടൊക്കെയാണ്. കബിലഹ മുമ്പുള്ളതായ. അപ്പോൾ വാവിൻ്റെ ഫത്ത് എടുത്തുകൊണ്ട് ഈ കൊടുത്തു ജീവിന്. അപ്പോൾ അതാണ് വാവ് മുത്തായിരിക്കും. വാവിൻ്റെ ഒക്കെ ഒരു സഹിയ സാക്കിനുമായപ്പോൾ വാവിൻ്റെ ഫത്തഹത്തിനെ നക്കൽ ചെയ്ത് മുമ്പുള്ള ജീവനിക്ക് ആണ് കൊടുത്തു. ഇങ്ങോട്ട് എന്ത് ചെയ്തു? സുമ കുലിബത്ത്, പിന്നെ ആ വാവിനെ മറിക്കപ്പെട്ടു. അലിഫൻ അലിഫായിട്ട് മറിക്കപ്പെട്ടു. വാവ് സുക്കൂനും വാവിൻ്റെ മക്കലും മഫ്തൂമായപ്പോൾ വാവിനെ മറിച്ച് അലിഫാക്കി. അങ്ങനെ മജാസുന്നായതാണ്. ഏത് മാറ്റിയ മാതിരി? കൽ മക്കാലീൻ, മഖ്വലിനെ മക്കാലാക്കിയ പോലെ. ഇത് എവിടുന്നാ പോകുന്നത്? മിൻ ജാസൽ മക്കാന യജൂസുഹു, ജാസ സെയ്ദ് വിട്ട് കടന്നു, അൽ മക്കാന സ്ഥലത്തെ, യജൂസു സെയ്ദ് വിട്ട് കടക്കും, ഹു മക്കാനിനെ. അതല്ലേ? അപ്പം ജാസ യജൂസു എന്നിന്ന് പോകുന്നതാണ് ഏത് പിന്നെ നമ്മൾ പറയുന്ന മജാസ് എന്ന വാക്ക്. എപ്പോഴാണ് ഈ ജാസ യജൂസു പറയൽ? ഇതാ തഅദ്ദാഹു, സെയ്ദ് ഒരു മക്കാനെ വിട്ട് കടന്നാൽ എന്ത് പറയും? ജാസ എന്ന് പറയും. അതിന് പോകുന്നതാണിത്. ഫഹുവ മസ്തറുൻ മീമിയുൻ. അവിടെ തെറ്റുണ്ട്, തിരുത്തണം. മീസിന്ന് അവിടെ ഇരുത്. വേണ്ടത് എന്താണ്? മീമിയുന്ന. മീമിയ മസ്തറാണ്. തൽക്ക മീമുള്ള മസ്തറിന് എന്താണ്? മീമിയ മസ്തർ എന്നൊക്കെ പറയും. പിന്നെ കാത യഖൂദു മഖഅദൻ എന്നൊക്കെ പറയലുണ്ട്. ഖുഊദിൻ്റെ അതേ മാനാക്ക്. പിന്നെ മഅനാഹു, ഇതിൻ്റെ മഅന, മജാസ് എന്ന വാക്കിൻ്റെ മീമിയ മസ്തറാകുമ്പോൾ അതിൻ്റെ മഅന തരിയത്തു, വിട്ട് കടക്കൽ എന്നാണ്. വിട്ട് കടക്കൽ. ജാസ വിട്ട് കടന്നു, യജൂസ് വിട്ട് കടക്കും, മജാസൻ വിട്ട് കടക്കൽ മീമിയ അവസരമാകുമ്പോൾ. അപ്പം എന്താ അർത്ഥം? ബി മാനൽ എന്തിക്കാരി, സ്ഥാനം നീങ്ങൽ എന്നർത്ഥം. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങൽ എന്നാണ് ഇതിനർത്ഥം. ശരിക്കും നീങ്ങുന്നുണ്ടല്ലോ. ഇപ്പം 56 റബീൽ ബക്കല എന്ന് പറഞ്ഞോടത്ത് നീങ്ങുന്നുണ്ട്. റബീനയിലേക്ക് അള്ളാഹുവിലേക്ക് ചേർക്കേണ്ട 52 ഏക്ക് ചേർത്തു, റബിയിലേക്ക് ചേർത്തില്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? യഥാർത്ഥ ഫായിലല്ലാത്ത ഫായിനെ പിടിച്ച് ഫായിലാക്കിയില്ലേ? അവിടെ നീങ്ങി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റോടത്തുണ്ട്. അങ്ങനെ ഒരു മഴ പെയ്തു എന്നുള്ളതിന് എന്ത് പറയും? പുല്ല് പെയ്തു പറയാം. അവിടെ പുല്ലല്ലല്ലോ പെയ്യുന്നത്, മഴയല്ലേ പെയ്യുന്നത്. അപ്പോൾ ഒക്കപ്പെട്ട മയനല്ലാത്ത മയനൽ ഉപയോഗിച്ചില്ലേ? മുറക്കബിലൊക്കെ ഉണ്ട്. അങ്ങനെ 3 മജാസ് ഉണ്ടല്ലോ. 3 മജാസിലുണ്ട് ഏത്? നീങ്ങൽ. യഥാർത്ഥ മാനയിൽ നിന്ന് വേറെ മാനയിലേക്ക് നീങ്ങൽ, യഥാർത്ഥ ഫായിൽ നിന്ന് വേറെ ഫായിലിലേക്ക് നീങ്ങൽ. ഈ നീങ്ങൽ സംഗതി എല്ലായിടത്തും ഉണ്ട്.
വഹുവ ബി ഹാദൽ മാനാടോ ഈ മസ്തറിൻ്റെ മാന വെക്കുമ്പോൾ ഈ മജാസ് എന്ന വാക്ക് യഉമ്മു ഇതിൽ യസിറു എന്നായി ഇവിടെ യഉമ്മു എന്നാവാണ്ട് യഉമ്മുൽ അഖ്ലിയ വഗൈറഹു. അപ്പോൾ അഖ്ലീനെയും ലഗവീനെയും മൂന്ന് മജാസിനെയും ഉൾക്കൊള്ളിക്കാണ്ട് മൂന്നിടത്ത് നീങ്ങലുണ്ട്. നീങ്ങലുന്ന സംഗതി മൂന്ന് സ്ഥലത്തും ഉണ്ട്. പിന്നെ ഫെക്കൂനു അങ്ങനെയാകുമ്പോൾ ഈ മജാസ് എന്ന വാക്കാവും ബാക്കിയല്ല മസ്തരിയെത്തി എൻ്റെ മസ്തരിയ മാനാൻ്റെ മേലിന് ബാക്കിയാവും. അപ്പം ആ മസ്തറിൻ്റെ മാന തന്നെ വെച്ചാൽ മതി. അപ്പം എന്താണ് ജാസ വിട്ടുകടന്നു, യജൂസ് വിട്ടുകടക്കും, മജാസിന് വിട്ടുകടക്കൽ മൂന്നിടത്തും ഉണ്ട്. എവിടെ മൂന്ന് മജാസിൽ വിട്ടുകടക്കലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസ്തറിൻ്റെ മാന മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ യുത്തലക്കു ഈ മജാസ് എന്ന വാക്കിന് പറയപ്പെടും അല്ലെ കെലിമത്തിൽ ജായിസത്തി വിട്ടുകടന്ന കെലിമത്തിന്. അപ്പം സെയ്ദ് ആദില മസ്തർ പറഞ്ഞാണ് സൊഫായിൽ പോയില്ല ലർബുൻ എന്ന് പറയുന്നത് ആരിഫിൻ്റെ മാനാക്ക്. ചിലപ്പോൾ ലർബ് ഇസഫുൽ മാനാക്ക് ഉപയോഗിക്കില്ല. എന്ന മാതിരി മജാസ് എന്നതിനെ എന്തായിട്ട് ഉപയോഗിക്കാം? ഇസുഫായിലെ മാനാക്ക് ഉപയോഗിക്കാം. അവൽ മുജവ്വസി ബിഹ ഏതൊരു കെലിമത്തിൽ വിട്ടുകിടക്കപ്പെട്ടു പോകും അതിനും പറയാൻ പറ്റും. അപ്പോൾ ഈ ഇസഫുൽ മാനാക്കാണ് ഈ കാരം ഫെക്കൂലും മുറാദ് മിന്നു ഇസ്മുൽ ഫായിലി അവിൽ ഇസ്മുൽ മഫൂലി. അപ്പോൾ ഇന്ന് അതിനാലുള്ള മുറാദ് മജാസ് എന്ന വാക്കിനാലുള്ള മുറാദ് ഇസുഫായിൽ ഇസഫുലൊക്കെയാണ് ഈ കാരം. അതല്ല ഇത്തിലാക്കോ ഈ ഇത്തിലാക്ക് ഇസുഫായിൽ ഇസഫുൽ മാനാക്കൾ ഇത്തിലാക്കില്ല. ഈ പറച്ചിലാണ് ഷാഇഉ അതാണ് വ്യാപകമായ പ്രയോഗം. അൽ മുത്തബാദിറുന്തൽ ഇത്തിലാക്കി നിരുപാധികം പറയുമ്പോൾ മനസ്സ് കൂടി വരലും ഏതാണ്? ഈ മസ്തറിൻ്റെ മാനല്ല വരല്. പിന്നെ ഇസുഫാ ഇത് മജാസാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ മാന എല്ലാത്തിനും മാന ഉപയോഗിച്ച കെലിമത്താണ് എന്നുള്ള മാനയ്ക്ക് അധികം പോകല്.